ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ശക്തിയെ ആരാധിക്കുന്നതാണ് നവരാത്രിയെങ്കിൽ കേരളീയർക്കത് അറിവിന്റെ ഉത്സവമാണ്. മഹിഷാസുരനെ വധിക്കുന്നതിനായി പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി അവതാരമെടുത്തുവെന്നും 9 ദിവസം വ്രതമനുഷ്ഠിച്ച് ആയുധപൂജയിലൂടെ ശക്തിയാർജിച്ചെന്നുമാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനം. എന്നാൽ കേരളത്തിൽ നവരാത്രിക്കാലത്ത് വിദ്യാരംഭ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. വിദ്യയ്ക്ക് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുള്ള വിധത്തിലാണ് നവരാത്രി ഈ കേരളത്തിൽ ആചരിക്കുന്നത്. എല്ലാ വർഷവും വിജയദശമിക്കും 10,000-കണക്കിന് കുരുന്നുകളെ ആദ്യാക്ഷരം എഴുതിച്ചുകൊണ്ടും സാധാരണ ദുർഗാഷ്ടമി, മഹാനവമി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ വിദ്യാരംഭം നടക്കാറുണ്ട്. കേരളത്തിലെ പ്രധാന സരസ്വതി ക്ഷേത്രങ്ങളായ ദക്ഷിണ മൂകാംബി ക്ഷേത്രം, പറവൂർ മൂകാംബിക ക്ഷേത്രം, തിരുവള്ളക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം വിപുലമായ ഒരുക്കങ്ങളാണ് നവരാത്രിയോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. ഇനിയുള്ള 9 ദിനരാത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് ഹരിശ്രീ കുറിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.